ഹായ് മുത്തുമണികളെ, നല്ല അയക്കൂറ മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് അയക്കൂറയാണ് കേട്ടോ. അപ്പോൾ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഫ്രൈ ചെയ്യാൻ വേണ്ടി എന്താ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇഞ്ചി, പച്ചമുളക് അതൊക്കെ എന്താ ചതച്ച് അതിലിട്ടിട്ട് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് മീനിട്ടിട്ട് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്തെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും AK വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം AK. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ ഞാൻ അതിനാവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി തൊലി കളയാണ്ട് തൊലി കളഞ്ഞിട്ടും എടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലുണ്ട്, ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം പാചകം അറിയാവുന്നവർക്കെല്ലാം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മറ്റേ കടായി ഉണ്ട്, മറ്റേ കടായി. പക്ഷേ അതിനേക്കാളും നല്ലത് ഒന്നുകിൽ ചട്ടി അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് നല്ലത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഉരുളി, ഇൻഡാലിയത്തിൻ്റെ ഉരുളി ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ഉരുളി ഉണ്ട്, പക്ഷെ അത് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ ഇതിലാക്കാമെന്ന് വിചാരിച്ചു. നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ക്വാണ്ടിറ്റി ഇതിലുണ്ടാക്കാൻ പറ്റും. അപ്പം മീനൊക്കെ പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, മുള്ളൊക്കെ മാറ്റി പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്താണെന്ന് ഏകദേശം ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത് കഴിഞ്ഞാൽ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പവിഴം നല്ലെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തൊക്കെ ചേർക്കണം. അപ്പോൾ എൻ്റെ മുത്തുമണികളോട് ഞാൻ പറയാം, ഞാൻ മീൻ അച്ചാറിടാൻ പോവുകയാണ്. ഞാൻ മുന്നേ മീൻ അച്ചാറിട്ടതൊക്കെ എനിക്ക് ഒരു മാസമൊന്നും നിൽക്കില്ല. 10-15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ വേഗം കേടായി പോവാറുണ്ട്. ചില സമയം ഒരാഴ്ച കൊണ്ട് കേടായി പോവാറുണ്ട്. അതിന് ശേഷമാണ് ഞാൻ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിയത്. നല്ലെണ്ണ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് അച്ചാർ വെക്കാതെ തന്നെ 5-6 തോന്നും. അപ്പം നമ്മൾ മാക്സിമം അച്ചാർ ഫ്രിഡ്ജിൽ വെക്കാണ്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കാണ്ടാന്ന് ഇപ്പോൾ യൂസ് ചെയ്യൽ. മുന്നേ അച്ചാറിട്ട് കഴിഞ്ഞാൽ കുറേ അച്ചാറിട്ടിട്ട് ഞാൻ ഒരിക്കൽ ഹസ്ബൻഡിൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് കൊടുത്തയച്ചപ്പോൾ അത് കേടായിപ്പോയി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ എള്ളെണ്ണയിൽ തന്നെ നല്ലെണ്ണയിൽ തന്നെ അച്ചാറിടാൻ നോക്കുന്നത് കേട്ടോ. കടു പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതൊരു ഏകദേശം ഒരു ചുവപ്പ് കളറാകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ വെളുത്തുള്ളിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും പച്ചമുളക് എടുത്തില്ല. നമ്മൾ സ്വീറ്റായിട്ടുള്ള അച്ചാറെല്ലാം ഉണ്ടാക്കൂലേ, അപ്പം നല്ലോണം പച്ചമുളക് ഇട്ടണം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി നല്ല മുളകും കാശ്മീരി മുളക് പൊടി, ഞാൻ മെയിനായിട്ട് കാശ്മീരി മുളക് പൊടി തന്നെയാണ് യൂസ് ചെയ്യാറ്. അല്ലാണ്ട് നല്ല എരിവുള്ള ആ മുളക് പൊടി ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ല ഒന്നിനും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് മുളക് ചേർക്കാം കേട്ടോ ആവശ്യത്തിന്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. തൊലി കളയാണ്ട് ചതച്ചെടുത്തത് ക്രഷ് ചെയ്തിട്ട് അതും എടുത്തിട്ടിടുന്നുണ്ട്. എന്താ പറഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി അച്ചാറിട്ട് കഴിഞ്ഞാൽ അച്ചാറിൽ വെളുത്തുള്ളി കടിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് എല്ലാവരും പറയുന്നത്. എൻ്റെ മോളില്ലേ, ചെറിയ മോൾ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് മീനച്ചാറിൽ ഇട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉള്ള ഫ്രണ്ട്സൊക്കെ വെളുത്തുള്ളി തിന്നാത്ത കുട്ടികൾ വരെ ഈ അച്ചാറിലുള്ള വെളുത്തുള്ളി കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അച്ചാറിടുമ്പോൾ വെളുത്തുള്ളിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ വിനാഗിരിയൊക്കെ ചേർക്കുമ്പോൾ നല്ല പുളിയും ഇതൊക്കെ കൂടിയിട്ട് വെളുത്തുള്ളി നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മൂത്ത് വരണം കേട്ടോ. പച്ചമണമൊക്കെ മാറി വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല ഒരു നല്ലൊരു മൂത്ത് വരണം. മെയിനായിട്ട് അച്ചാറിടുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കണം. എന്തൊക്കെ പൊടികളാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഈ കടുകും ഉലുവയും കൂടി ഞാൻ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മുന്നേ അച്ചാറിടുമ്പോൾ പൊടിച്ചത് ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഗൈസ്. അപ്പോൾ നിങ്ങൾ
നിങ്ങൾക്ക് ആവശ്യമുള്ള മുളക് ചേർത്തോ കേട്ടോ. ഏത് എരിവിനും ആവശ്യമുള്ള മുളക്. ഇവിടെ എരിവ് ആയിരിക്കും അങ്ങനെ വേണ്ട, അതുകൊണ്ടാണ് ഈ മുളക് പൊടി ചേർത്തത്. മനസ്സിലായോ? അപ്പോൾ ഇതാ നന്നായിട്ട് മുളക് പൊടിയെല്ലാം ഇട്ട് നന്നായി മുളക് പൊടി വറുത്തെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ഉപ്പും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടതാണ്. ഇനി അതിലേക്ക് എന്ത് ചെയ്യണം ഗൈസ് പറയൂ? വിനാഗിരി ഒഴിക്കണം. വിനാഗിരി നമ്മൾ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി നല്ലതൊന്നുമല്ല നമ്മളെ ബോഡിക്ക്, എങ്കിലും അച്ചാറിടുമ്പോൾ നമ്മൾ വിനാഗിരി ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പിച്ചെടുത്തിട്ടുള്ള മീൻ എടുത്തിട്ട് കൊടുക്കുക കേട്ടോ. മീനിൻ്റെ ആകൃതിയൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടരുത്. അതിങ്ങനെ കൈ കൊണ്ട് പിച്ചി അതിനെ കൊന്നതിനെ കൊല വിളിച്ച് ഗൈസ്. എന്താ ചെയ്യുക? തിന്നേണ്ട വിചാരം കൊണ്ട് ഒരു മീനിനെ വരെ വെറുതെ വിടാത്ത മനുഷ്യന്മാരായിപ്പോയില്ലേ. മീനിനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ കുത്തി ഇതാക്കിയിട്ട് കറിവേപ്പില വെച്ച് കൊടുത്തു ഗൈസ്. പിന്നെ അച്ചാർ ഇതാ നന്നായി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം സൂപ്പർ അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്കുള്ളത് ടാറ്റാ ബൈ ബൈ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ ബൈ ഗൈസ്.